എനിക്ക് 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 നിനക്ക് സുഖം തരണം. ഐ ജസ്റ്റ് മേക്ക് യു ഹാപ്പി. എന്നാ പെണ്ണേ, മോം പ്രോമിസ് ഞാൻ ആർക്കും ഇങ്ങനെ അയക്കാറില്ല. എനിക്കൊരു പെണ്ണ് വേണം. എടാ സീരിയസ്ലി ഒന്നുമില്ലടാ. മൈ ഡിക്ക് 9 ഇഞ്ച് ലെങ്ത് ഉണ്ട് ആൻഡ് ബെസ്റ്റ് ലെഫ്റ്റ് കർവുണ്ട്. കൊച്ചു പിള്ളേരൊന്നും കാണരുതേ. ക്യാൻ യു ഷോ മീ ഫുൾ ഇതിൻ്റെ റൂട്ട് മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ അകത്തുള്ളൊരു ഒത്തിരി പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധം. എന്തിന് മല്ലു ഫാമിലി എന്ന് പറയുന്നില്ലേ, അവന്റെ വൈഫിനെ വെച്ച് പോലും അവൻ പറഞ്ഞിട്ട് അവൻ ഗേമത്തോടു കൂടി പറയുന്നുണ്ട് അവളുമായിട്ട് പോലും എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു അത്രേ. ഇതൊക്കെയാണ് പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എൻ്റെ പൊന്ന് ഹൈ റേഞ്ച് ഫാമിലിയിലെ അമൽ പൗലോസ് ഇച്ചായ. ഞാൻ തലയിൽ കൈവച്ച് ഞാൻ എൻ്റെ വീട്ടിൽ മുമ്പ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെയൊക്കെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധനം അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ പെങ്കൊച്ചിനായിട്ട് കൊല്ലാക്കൊല ചെയ്യരുതെന്ന്. ഇത് ഈ മറ്റേ എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്ത മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് കുഞ്ഞാറ്റ ഇച്ചായന് വിഷയം അറിയുന്നവർക്ക് മാത്രമേ അറിയാവൂ. നിങ്ങൾ അത് കാണുന്ന ആഗ്രഹമുള്ള മാത്രം ഇനി കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് കണ്ടാൽ മതി. കുറച്ച് തെളിവുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് പുറത്ത് വിടുന്നുണ്ട്. ഈ സാധനം പുറത്ത് വന്നിട്ടുണ്ട്. ആ വന്ന കാര്യങ്ങൾ പിന്നാലെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടപ്പോൾ അദ്ദേഹം ആ ചാനലിനകത്ത് ഒരു പുതിയൊരു ഫോർച്യൂണറൊക്കെ എടുക്കുന്നു. ഫോർച്യൂണറൊക്കെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാനൊരു ഫോർച്യൂണർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ആ ഒരു ചാനലിനകത്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഓക്കെ, ഇനി ആ ലെവലിൽ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോട്ടെ, ലൈഫ് മാറി നടന്ന് ഇങ്ങ് പോട്ടെ. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷവും ഈ പുള്ളിക്കാരൻ്റെ സൈഡ് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടാവണം. എന്തായിരുന്നാലും ഈ സാധനം പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ ചെയ്ത വീഡിയോക്കകത്ത് തന്നെ പറഞ്ഞു. ഇന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് തോന്നുന്നു എന്നുള്ളത്. അതെന്താണെന്നുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങളിവിടെ കേൾക്കുക. എനിക്ക് നിനക്ക് സുഖം തരണം. ഐ ജസ്റ്റ് മേക്ക് യു ഹാപ്പി. എന്നാ പെണ്ണേ, മോം പ്രോമിസ് ഞാൻ ആർക്കും ഇങ്ങനെ അയക്കാറില്ല. എനിക്കൊരു പെണ്ണ് വേണം. എടാ സീരിയസ്ലി ഒന്നുമില്ലടാ. മൈ ഡിക്ക് 9 ഇഞ്ച് ലെങ്ത് ഉണ്ട് ആൻഡ് ബെസ്റ്റ് ലെഫ്റ്റ് കർവുണ്ട്. കൊച്ചു പിള്ളേരൊന്നും കാണരുതേ. നിങ്ങൾ കേൾക്കാനുള്ളതൊന്നും അല്ല ഇത് ഏതോ ഒരു വീടിൻ്റെ പ്ലംബിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈപ്പിൻ്റെ അളവ് പറഞ്ഞതാണ്, പ്ലംബിങ് പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറ്റേ ഹോളിവുഡിലൊരു ചേട്ടനൊക്കെ പ്ലംബിങ് ചെയ്യാറുണ്ട്, നാട്ടിലും എല്ലാവരും പ്ലംബിങ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നാട്ടിൽ പ്ലംബിങ് ചെയ്യുന്ന ആൾക്കാരൊന്നും പ്ലംബിങ്ങിൻ്റെ പൈപ്പിൻ്റെ അളവൊന്നും പബ്ലിക്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പൈപ്പുകളുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ അത്ഭുതപ്പെട്ടല്ല, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിത് കേട്ടിട്ട് എൻ്റെ മോന്തൊക്കെയല്ല നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ടാണ് എന്തെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. ഓഹോ, എന്നാടാ എനിക്ക് നിന്നെ തോന്നുന്ന ഐ ജസ്റ്റ് മേക്ക് യു ഹാപ്പി. ക്യാൻ യു ഷോ മീ ഫുൾ ഇതിൻ്റെ റൂട്ട് മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ അകത്തുള്ളൊരു ചെറിയ എലമെൻറ്റ്, ഏറ്റവും വളരെ ചെറിയ എലമെൻറ്റ്. ഇതൊന്നും അല്ല അളിയൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഓർമ്മിപ്പിച്ചല്ല. ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അവന്മാരൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ കയറി തല്ലുമോ എന്നുള്ള കാര്യം, അതിൻ്റെ ഒരു കാര്യം ജസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം എടുത്തിരുന്നത്. ഒത്തിരി പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധം. എന്തിന് മല്ലു ഫാമിലി എന്ന് പറയുന്നില്ലേ, അവന്റെ വൈഫിനെ വെച്ച് പോലും അവൻ പറഞ്ഞിട്ട് അവൻ ഗേമത്തോടു കൂടി പറയുന്നുണ്ട് അവളുമായിട്ട് പോലും എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു അത്രേ. ഇതൊക്കെയാണ് പറയുന്നത്. ആരെ ഒരു പെണ്ണുങ്ങളെ അവൻ വിട്ടിട്ടില്ല. അതൊക്കെ ചിലപ്പോൾ തള്ളി മറിക്കലും ഒക്കെ. ഓക്കെ, അതായത് മല്ലു ഫാമിലി അറിയാമല്ലോ, ഒരു ഫാമിലി വ്ളോഗറാണ്. അയാളുടെ അടുത്ത് പല കാര്യങ്ങളിലും പല എതിർപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരാളുടെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിനകത്തുള്ള കുടുംബത്തിൻ്റെ അകത്തുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ അനാവശ്യം പറയേണ്ട കാര്യമില്ല. ഇത് ഇദ്ദേഹം മറ്റൊരു ചാറ്റിൻ്റെ അകത്ത് പോയിരുന്ന് സംസാരിച്ചതിനകത്ത് അയാളുടെ ഭാര്യയടക്കം ആണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ചാറ്റ് കണ്ട അതിനെക്കാട്ടിലും ബഹു രസമാണ്. അത്രയും ഇതായിട്ടാണ് ഒക്കെ സംസാരിച്ചിരിക്കുന്നത്, ആധികാരികമായിട്ടൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാനതാ പറഞ്ഞത്, ഇതൊക്കെ കയ്യിൽ കിട്ടിയിട്ടും ഇതെടുത്ത് പുറത്ത് വിടാത്തത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഒന്ന് ആ കുട്ടിയെ വിട്ടുപിടി, അതിനെ ജീവിക്കാൻ അനുവദിക്കുക. അത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ആ ഒരു സാധനങ്ങളൊന്നും അതിൻ്റെ കയ്യിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കയ്യിൽ ഉണ്ടായിട്ടും അത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വിളിച്ച് പറയാത്തൊരു മാന്യത, പക്വത, ആ മെച്യൂരിറ്റി, ആ ഒരു സാധനം സീരിയസ്ലി താങ്കൾ അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വേറെ ഏതൊരാളാണെങ്കിലും ആദ്യം ഇതൊക്കെ ആയിരിക്കും എടുത്ത് പുറത്ത് വിടുക. പുറത്ത് വിട്ടതിന് ശേഷം നാണം കെടുത്ത് നാറ്റിച്ച് നാമാവശേഷമാക്കിയിട്ടായിരിക്കും
പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊന്നും ആ കുട്ടി ചെയ്തിട്ടില്ല. അയാളുടെ ആ കുട്ടിയുടെ ഉള്ളിൽ ഇപ്പോഴും ഇയാളോടുള്ളൊരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട്, ട്രോമ ബോണ്ടിങ് ഉണ്ടല്ലോ, ആ ഒരു സാധനം ഉള്ളതുകൊണ്ടായിരിക്കാം ആ കുട്ടി അത്രത്തോളം ഒന്നും ചെയ്യാത്തത് കേട്ടോ. സിൻസിയർലി ഞാൻ പറയാം, ലോട്ട്സ് ഓഫ് റെസ്പെക്ട് കുഞ്ഞാറ്റ. കാരണം ഈ ഒരു സാധനമൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടുപോയി. ഇപ്പം നമ്മളാരും വലിയ മാന്യന്മാരും മറ്റുള്ള സംഭവങ്ങളൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റും. എന്നാൽ മിസ്റ്റേക്സ് പറ്റി ആ തിരുത്താനുള്ള ഒരു അവസരം കൊടുത്തു. അത് തിരുത്തിയാൽ നിർത്തണ്ടേ? ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊക്കോണ്ടേയിരുന്നു, ചെയിൻ പോലെ പൊക്കോണ്ടിരുന്നു ഒരുപാട്. ഓക്കെ, അളവിൻ്റെ കഥകളൊക്കെ കേട്ടല്ലോ. കഴിഞ്ഞു. ഡ്രഗ് അഡിക്റ്റ് ആണ്. ഒരു 100 വിഷയങ്ങൾ നമുക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റും. പിന്നെ അറിഞ്ഞ അറിവിലേക്കായിട്ട് ഈ അവരുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഈ കുടുംബത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് പോവുകയാണ്. അവരുമായിട്ട് ചെറിയ അലസണ്ടേണ്ടായി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിന്റെ കോലം കാണുക. ഇത് അവിടെ കണ്ട കോലമാണ്. അതിന്റെ പിക്ചർ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഹൗസ് ഓണർ എടുത്ത് വെച്ചിരിക്കുന്ന പിക്ചറാണ്. അപ്പോൾ ഹൗസ് ഓണർ എടുത്ത് ചോദിക്കാൻ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇന്നേ വരെ. അതായത് ഇവനുമായി അവൾ താമസിക്കുന്ന വീട്ടിൽ അവസാനത്തെ വാടക പോലും കൊടുത്തത് അവനല്ല, അവളാണ്. ജോലിക്ക് പോയിരുന്ന ആരെന്ന് അതിന് വ്യക്തമല്ലേ? ആർക്കാണ് വരുമാനം എന്ന് വ്യക്തമല്ലേ? വരുമാനം കൊണ്ടുവരും, അത് വെച്ച് വീട്ടുകാര്യങ്ങൾ നടത്തും, ജീവിക്കും, ഒരു പ്രശ്നവുമില്ല, മുന്നോട്ട് പോകും. പെണ്ണുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിൽ. പക്ഷേ അടിയും തൊഴിയും കൂടെ ആയാലോ, കള്ള് കുടിച്ചിട്ട് തോന്നിവാസം കൂടെ കാണിച്ചാലോ, കഞ്ചാവ് അടിച്ചിട്ട് തോന്നിവാസം വർത്താനം പറഞ്ഞാലോ, എന്തിനധികം പെറ്റമ്മയെ വെച്ച് പോലും വൾഗറായി മറ്റു പെൺകുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് കുഞ്ഞാറ്റയുടെ അമ്മയെ പോലും അവൻ ആ കണ്ണിലാണ് കണ്ടതെന്ന് മറ്റൊരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഡീറ്റെയിൽ ഇവിടെയാണ് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. ഞാൻ ആ ഒരു സാധനം ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഇതിന് മുമ്പുള്ള വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അറിയാതെ ഈ ഒരു സാധനം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞത് ഞാൻ രണ്ടാമത് ആ സമയം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്തറിയാമോ, ഇത് പുള്ളിക്കാരൻ ഈ ഒരു സാധനം ചിലപ്പോൾ ഒരു ഇമാജിനറി ഫാൻറ്റസിയിൽ നിന്നും സംസാരിച്ചതാവാം. എനിക്കറിയത്തില്ല അത് എങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പുള്ളി വലിച്ചു കയറ്റുന്നതെന്നോ അടിച്ചു കയറ്റുന്നതെന്നോ. ഇപ്പം അവിടുത്തെ മദ്യക്കുപ്പിയോട് മറ്റുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല. എൻ്റെ പാസ്റ്റിൻ്റെ അകത്ത് ഞാൻ മദ്യപിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അത് ആ ഒരു സാധനം എൻ്റെ ലൈഫിനെയും എൻ്റെ ജീവിതത്തിനെയും മൊത്തത്തിൽ അങ്ങ് കൊണ്ടുപോകുമെന്നും എൻ്റെ ലൈഫിലെ താളം തെറ്റിക്കുന്നൊരു സംഭവമാണിതെന്നും എൻ്റെ ലൈഫിനകത്ത് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ അധികം ഫിനാൻഷ്യൽ ഇഷ്യൂസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. ബിസിനസ്സും ഒക്കെ തകർന്ന സമയത്ത് നമ്മളതിനെ അറിയാതെങ്കിൽ ഇതിനേക്ക് ആശ്രയിച്ചു. പക്ഷെ ഒരു സമയത്തായപ്പോഴേക്കും മനസ്സിലായി ഇതെന്തിനാണ് ഇതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്കും ഒരു ജീവിതമുണ്ട്, നശിച്ചു പോകും എന്നുള്ളത് കണ്ട് ഞാനങ്ങ് സ്വയം ഒഴിവാകുക. വേറൊരിടത്ത് പോവുകയോ മറ്റേ ഡി അഡിക്ഷൻ സെൻ്ററോ മറ്റുള്ളതൊന്നുമല്ല. ഞാൻ സ്വയം തീരുമാനിച്ചു. അതിൻ്റെ എല്ലാ ഇതിലും എൻ്റെ വീട്ടുകാർ തന്നെയാണ് കൂടെ നിന്നത്. അങ്ങനെ ഞാൻ ആ സാധനം ഒഴിവാക്കി. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. അതിനുശേഷം എനിക്കുണ്ടായ ഒരു മാറ്റം, സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന നിങ്ങൾ മദ്യപിക്കുന്ന ആൾക്കാർ കാണുന്നെങ്കിൽ ഇവ വലിയ ഇത് അങ്ങനെയല്ല. ലൈഫിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. അത് ആ ഒരു സാധനം ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരും. ഈ പറയുന്ന പുള്ളിക്കാരനോടാണെങ്കിലും ഞാൻ പറയാം, അമൽ പൗലോസ് എന്നുള്ള വ്യക്തിയോടാണെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ആ ഒരു സാധനത്തിൻ്റെയും മറ്റ് പല എന്തെങ്കിലും ലഹരിയുടെയൊക്കെ പിടിയിലാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരിക. അപ്പോൾ അത് കുറച്ചുകൂടെ ബോധം വരും. മറ്റത് ഇതിൻ്റെയൊക്കെ പിടിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമാജിനേഷൻസ്, നിങ്ങളുടെ ഫാൻറ്റസി, നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് ആ പെൺകുട്ടിയുടെ അമ്മയടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അത് വെറും ഭാവനയായിട്ടല്ല, അത് അവരാരും മദ്യപിച്ചിട്ടോ അവർ വേറെ ലഹരിയുടെ കൂടെയോ ഒന്നും അല്ല. അപ്പം നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയിപ്പം ആരെങ്കിലും ഇയാളോട് ചോദിച്ചാലും പുള്ളി ചിലപ്പോൾ പറയും അതൊന്നുമല്ല, അതൊക്കെ വേറെയാണ്, സെറ്റപ്പാണെന്നൊക്കെ പറഞ്ഞാലും ഒക്കെ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ആ പെൺകുട്ടി വന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായ വിശദീകരണം ചോദിക്കുമ്പോൾ അവൻ അയച്ച ആ ഹിസ്റ്ററി ഒക്കെ അയാൾ അയച്ചു കൊടുക്കുകയാണ്. അതിലൊക്കെ തന്നെ ഈ വൃത്തികെട്ടവൻ ചെയ്ത വൃത്തികേട് ഒന്നൊന്നായിട്ടുണ്ട്. ആ പെൺകുട്ടി ഇത് പുറത്തു വിടാത്തത് അവരുടെ മാന്യത, ആ പെൺകൊച്ചിന്റെ മാന്യത മാത്രമാണ്. എനിക്കിത് കിട്ടിയത് എവിടെ നിന്ന് ചോദിക്കരുത്, എനിക്ക് കുഞ്ഞാറ്റയുടെ ചോദിക്കാൻ താല്പര്യവുമില്ല, ഞാൻ സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ, ഇത് പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും പല റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പല ആൾക്കാരുടെ കയ്യിലും ഈ സാധനം കിട്ടി. എൻ്റെ കയ്യിലും കിട്ടി. എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്നെ നന്മ മരമെന്ന് വിളിച്ചാലും എന്നെ മറ്റേ എന്തോ വലിയ ഇതാണെന്ന് പറഞ്ഞിരുന്നാലും അതൊക്കെ വിമർശനം, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇതിനകത്ത് ഞാൻ കൊണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിനങ്ങെടുത്ത് ഇത് നമ്മൾ പബ്ലിക്കിലാക്കുമെന്ന് വിചാരിച്ചോ. ഈ സാധനം ഇതിപ്പം ഈ ഷഫീന ബീവി, സത്യം പറഞ്ഞ ഷഫീന ബീവിയുടെ കറക്റ്റ് ഇത് വെച്ച് ഷഫീന ബീവി എല്ലായിടത്ത് പുറത്തിലാണ്. അവരെന്നിട്ടും ഒരു മാന്യത കാണിച്ചു. ഇതൊന്നും അവർ വളരെ ചെറിയ 1-2 സാധനം മാത്രമാണ്, ഇതൊന്നും അല്ല, ഒരുപാടുണ്ട്. ആ ഒരു സാധനം ഒന്നും അവർ പോലും ഇട്ടിട്ടില്ല. അവർ ഇത് കൊടുത്തു കേട്ടോ. അവരും ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ തന്നെയാണ് അവർ പോലും ചെയ്തേക്കുന്നത്. അപ്പം ഇനിയെങ്കിലും അമൽ പൗലോസ് മനസ്സിലാക്കുക. ഫോർച്യൂണർ കാറൊക്കെ ഇറക്കി അനിയനാണെന്നൊക്കെ പറയുന്നു, ഇറക്കി, നല്ല കാര്യം. ഫോർച്യൂണർ കാർ ഇറക്കുകയോ നിങ്ങൾ ബെൻസ് ഇറക്കുകയോ നിങ്ങൾ വളരെ വലിയ രീതിയിൽ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരികയോ ഒക്കെ ചെയ്യൂ.
നിങ്ങൾ സമൂഹത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ സമൂഹത്തിൽ തെറ്റ് പറ്റിയതിനെ തിരുത്തി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നിങ്ങൾ തിരുത്തണം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തിരുത്തണം. നിങ്ങൾ ഇതിനെ ഈ ഒരു സാധനം ഒരിക്കലും ഇനി ആ പെൺകുട്ടിയുടെ അടുത്തുള്ള ശത്രുതയായിട്ട് കൊണ്ടു നടക്കരുത്. നിങ്ങൾക്ക് NPD എന്നുള്ള സംഭവത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയുടെ അകത്ത് നിങ്ങൾ വളരെയധികം മാരകമായിട്ട് നിങ്ങൾ പറയാൻ ശ്രമിച്ചത് നിങ്ങൾക്കെതിരെ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതൊരു NPD ക്യാരക്ടറാണ്. അതായത് നമ്മളെ പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പൊള്ളുകയും അതായത് നമുക്ക് എന്ത് പറയാമെന്നുള്ള സംഭവം നിലനിൽക്കുകയും ചെയ്യുന്നിടത്തൊരു പ്രശ്നമുണ്ട്. ആ ഒരു സാധനം നിങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അന്ന് കാണിച്ചു. അതിനുശേഷം അവസാനം ഇനി ഇത് പറഞ്ഞാൽ ഞാൻ വേറെ കാര്യങ്ങൾ പുറത്തെടുത്തിടും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ത്രെട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇനിയെങ്കിലും ആ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ നന്നായിട്ട് തന്നെ ജീവിക്കുക. നിങ്ങൾക്ക് അവർക്ക് ആ ഒരു ഡിവോഴ്സ് കൊടുക്കാൻ താല്പര്യമൊന്നുമല്ല. അത് ആ കുട്ടിയുടെ റൈറ്റ് അല്ലേ. ആ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകാനുള്ള അവസരം നിങ്ങളോട് ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇതെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞു. ഇനി ആ കുട്ടിയായിട്ട് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആ കുട്ടി മാൾട്ടയിലൊക്കെ പോയി പഠിച്ച് ജോലി നേടി അതൊക്കെ ആയിട്ട് ഇനി വീണ്ടും ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇനിയൊക്കെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പൊക്കോളൂ. അതിനൊന്നും എനിക്കൊന്നും ഒരു തടസ്സമൊന്നുമില്ല. അവിടെ ആർക്കും ഒരു തടസ്സം ഉണ്ടാകത്തില്ല. റിയാക്ഷൻ ചാനൽസ് ഉള്ള ആൾക്കാരും ജഡ്ജിമാരൊന്നല്ലല്ലോ. അതുകൊണ്ട് അവിടെ ആർക്കും ഒരു തടസ്സം ഉണ്ടാകത്തില്ല. നിങ്ങൾ നന്നായിട്ട് തന്നെ ജീവിക്കും താല്പര്യം ഉണ്ടെങ്കിൽ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി അതൊക്കെ പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. എങ്കിലും തിരുത്തുക. ജീവിതത്തിൻ്റെ അകത്ത് തെറ്റുകൾ പറ്റാത്തവരാരുമില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇദ്ദേഹത്തിനെ ഒരു ആക്രമിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം എന്താ പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ ഒരു സമീപത്തിൻ്റെ ആണ് നിൽക്കുന്നതെങ്കിൽ ഈ പുള്ളിക്കാരനൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതില്ലാതിരിക്കുന്ന സമയത്ത് മാത്രം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് മതോന്മത്തനായിട്ട് നിൽക്കുന്ന ഒരാളോട് ഇപ്പം ഞാൻ നല്ലൊരു മദ്യപിച്ചു ഇതായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് നല്ലൊരു കാര്യം പറഞ്ഞു തരണം, ഞാൻ അത് കേൾക്കുമോ? എനിക്കത് കേൾക്കാൻ തലയിൽ കയറുമോ? ഇല്ലല്ലോ. അവനവൻ്റെ ജീവിതമാണ്. കൊച്ചു കാലമേ ഉള്ളൂ, വളരെ കുറച്ച് കാലമേ ഉള്ളൂ. ബസ് കയറി ഓട്ടോറിക്ഷ ചെന്ന് ഇടിച്ച് കയറി സൈഡിൽ പോയി നിൽക്കുന്ന സാധുക്കൾ മരണപ്പെട്ട് എങ്ങനെയൊക്കെ മരണത്തിൻ്റെ ഒരു സംഹാര താണ്ഡവം ചുറ്റും ഇങ്ങനെ കാണുമോ? വാർത്ത തുറക്കുമ്പോൾ കുറച്ച് നേരം കാണും. നാളെ മറ്റന്നാൾ ചത്തുപോകുന്നുള്ള പോലും അറിയത്തില്ല. ഉള്ള കാലം ഒന്ന് ജീവിച്ച് തീർക്കുക. അത് മര്യാദയ്ക്ക് ജീവിക്കുക. അത് ആ കുട്ടിയും ജീവിക്കട്ടെ. അതങ്ങനെ ചിന്തിക്കുക. കൊണ്ട് അങ്ങ് കൊന പറയുന്ന തള്ളേ, അവിടെ കിടക്കുന്ന ഫർണിച്ചർ പോലും സംസാരിക്കും. അതിന്റെ ഓരോത്തിലും ആ പെങ്കൊച്ചിന്റെ വിയർപ്പിന്റെ ഭാരമുണ്ട്. അവളുടെ വിയർപ്പ് കൊണ്ട് വാങ്ങിയ സാധനത്തിൽ കയറി കുത്തിയിരുന്നു കൊണ്ട് അവളെ തെറി വിളിക്കുന്ന നിനക്ക് നാണം ഉണ്ടോന്നാണ് എന്റെ ചോദ്യം. ഒരു അല്പ ഉളുപ്പ്. ഇങ്ങനെയുള്ള വിഷജന്തുക്കൾ കാരണമാണ് നമ്മുടെ നാട്ടിൽ നല്ല നല്ല കുഞ്ഞുങ്ങൾ. ഇതിനൊക്കെ ഷഫീന ബീവി തന്നെ നല്ലത്. ഷഫീന നല്ല മറുപടി കൊടുക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച വയ്ക്കത്തില്ല. ചില കാര്യങ്ങളിൽ എനിക്ക് അവർക്ക് എതിരഭിപ്രായമുണ്ട്. അവർക്കും എന്നോട് എതിരഭിപ്രായമുണ്ട്. ഞാനത് കാണാറൊക്കെ ഉണ്ട്. എതിരഭിപ്രായങ്ങളുണ്ട്. നമ്മളെ ഒരു വിമർശനത്തിൻ്റെ ആ ഒരു സംഭവം നിലനിർത്തുന്നത് വളരെ ആരോഗ്യപരമായിട്ടാണ്. അതാണെങ്കിൽ പോലും അവർ ചില കാര്യങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ചിലപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അവരുടെ സ്റ്റാൻഡ്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്തും അവരൊരു സ്ത്രീയാണ്. അവരുടെ ലൈഫിൻ്റെ അകത്ത് പാസ്റ്റ് ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന സമയത്ത് ഒരാണെന്നുള്ള നിലയ്ക്ക് നമ്മളെക്കാട്ടിലും ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് അവർ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില കമൻസ് കാണുന്നത് എവിടെയെങ്കിലും ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ പറഞ്ഞ് അവളങ്ങോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ സമൂഹവും കൂടെ ചേർന്നുകൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, ആ ആണിനെ ഒറ്റപ്പെടുത്തും. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇങ്ങനെ ഈ ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഈ 2 ആൺകുട്ടികളെയും പ്രസവിച്ചത് എൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതൊരമ്മ. എൻ്റെ അച്ഛനമ്മമാർക്ക് 2 ആൺകുട്ടികളാണ്. ഞങ്ങളെ പ്രസവിച്ചത് ഒരമ്മ. ഈ സ്ത്രീ ഇല്ലാതെ ഈ സാധനം നടക്കുമോ? ഈ ആണ് പെണ്ണെന്നുള്ള സംഭവത്തിൻ്റെ അകത്തൊരു ഡിസ്ക്രിമിനേഷൻ എവിടെയെങ്കിലുമൊക്കെ തോന്നുന്നെങ്കിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ അകത്തേക്ക് കുറച്ചധികം ഇറങ്ങി നോക്കണം. മുൻകാലത്തെ എൻ്റെ ചിന്താഗതിയിലും കുറേ അധികം കാര്യങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങനൊരു ചിന്ത ആയിരുന്നു. ഒരുപാട് ഫേക്ക് കേസസ് ഉണ്ട്. ഫേക്ക് ആയിട്ടുള്ള കേസുകളിൽ ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്നൊരു പരിപാടികളൊക്കെ പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എല്ലാ പെണ്ണുങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുന്ന വിഷയങ്ങളെല്ലാം തെറ്റാണെന്ന് പറയരുത്. അതിനകത്ത് നമുക്ക് എവിടെ കൂടെയെങ്കിലും അതിൻ്റെ വാലിഡായിട്ട് ഉള്ളൊരു കാര്യം അല്ലെങ്കിൽ നമ്മളത് തെളിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇപ്പം വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് തോന്നി? ആ ഒരു പെൺകുട്ടി വന്ന് പബ്ലിക്കിൻ്റെ മുമ്പ് ഒരേ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ അതിന് മുമ്പ് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നൊരു കാര്യം ഞാൻ സൂയിസൈഡ് ചെയ്യുന്നില്ല, പകരം ഞാൻ ഡിവോഴ്സിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം ആ കുട്ടി പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെ മാന്യമായി ഒന്ന് പറഞ്ഞിട്ട് പോയതിനെ ഒരു ചാനൽ തുടങ്ങി അവളെ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടെന്നുള്ള എന്തോ ഒരു സ്റ്റോറിയൊക്കെ ഇട്ട് അതിനുശേഷം ഒരു ചാനൽ തുടങ്ങി എനിക്കും പറയാനുണ്ട്, എൻ്റെ അമ്മയ്ക്കും പറയാനുണ്ട്, എൻ്റെ അച്ഛനും പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുടുംബത്തിനെ എല്ലാം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എവിടെയും ആ കുട്ടിക്കെതിരെ വെച്ച് സംസാരിച്ചിട്ട് ആ കുട്ടിയെ കൊല്ലാക്കൊല ചെയ്തു കൊടുത്ത് കുറേ അധികം ആൾക്കാർ ആ കുട്ടിക്ക് എഗെയിൻസ്റ്റ് കമൻറ്റ് വിട്ട് അതിൻ്റെ പണ്ടേ അതിനറിയാം നാടകമാണ്, ഡ്രാമയാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി അതിനെ കൊല്ലാക്കൊല ചെയ്തില്ലേടെ. വിട്, അത് ജീവിക്കട്ടെ.
ഞാൻ പറഞ്ഞിട്ട് വിട്, നമുക്ക് അതിനെ ഇനി വിട്, ഇനി അതിൻ്റെ പുറകെ നടക്കില്ല. അവരും ഇപ്പോൾ ഷഫീന ബീവി പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞു അതിനകത്ത് വളരെ മാന്യമായിട്ടാണ് ആ സ്ത്രീ പോലും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. അവരാണെങ്കിലും പറഞ്ഞു, അവരാണെങ്കിൽ സാധാരണ രീതിയിലാണ് ഇതിനെ ഉറപ്പിച്ച് പറയല്ല ഷഫീന ബീവി എടുത്ത് പച്ചക്കെല്ലാടുത്ത് പുറത്തു വിട്ടാനെ, അവരത് ചെയ്തിട്ടില്ല. അത് നിന്നോട് തരുന്നതിനൊക്കെ ഒരിതാണ് കാണിക്കുന്നത്, ഒരു മമത തന്നെ കാണിക്കുന്നത്, ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ. സോ അതിന് ഒരു വാല്യൂ കൊടുക്കുക. ഇനി യൂട്യൂബ് ചാനലുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യൂ, നല്ല രീതിയിൽ വീഡിയോ ചെയ്യൂ. നിങ്ങൾ ആ ഒരു ഫാമിലിയും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ പോയി നല്ല രീതിയിൽ വീഡിയോ ചെയ്യൂ, നല്ല വരുമാനം കിട്ടില്ലേ. അപ്പോൾ ഫോർച്യൂണർ മാത്രമല്ല, അടുത്ത് BMW അടുത്ത് ഓടി കാറൊക്കെ ഇറക്കാൻ കഴിയട്ടെ. സോ എല്ലാവിധ ആശംസകളും, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. എല്ലാവരും മനുഷ്യനും ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടാവും, ഒരു വീഴ്ച ഉണ്ടാവും, ഒരു ഡൗൺഫാൾ ഉണ്ടാവും. ആ ഡൗൺഫാൾ എന്നുള്ള സാധനം ഒരു എൻഡൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇന്ന് ജീവനോടെ കാണത്തില്ല. ഡൗൺഫാൾ എന്നുള്ള സംഭവത്തിൻ്റെ അപ്പുറത്തും വീണ്ടും പ്രതീക്ഷയുടെ സംഭവം, ഒരു ഉയർച്ച ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആദ്യം മാറേണ്ട നമ്മൾ തന്നെയാണ്. നമുക്ക് മാറ്റേണ്ട സ്ഥലങ്ങളിൽ മാറ്റുക, നമുക്ക് തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തുക, തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. അത് ആ കുട്ടിയെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ട അമലേ. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് പേര് ദൂരമുണ്ട്. ഇപ്പം നിങ്ങളടക്കം പല ആൾക്കാർ ഇത് കാണുന്ന പല സ്ത്രീകളും, മെജോറിറ്റി ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നോക്കുമ്പോൾ സ്ത്രീകൾ തന്നെയാണ്. പല കുടുംബങ്ങൾ, കാരണം എൻ്റെ കാലഘട്ടത്തിൽ, അതായത് എൻ്റെ കാലഘട്ടം മീൻസ് ഞാൻ ജനിച്ച് വളർന്ന ആ സാഹചര്യത്തിൽ ചുറ്റുപാടുള്ള സ്ത്രീകളും അനുഭവിച്ച് കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ അവർ പല കാരണങ്ങൾ, മക്കളെന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് മാത്രം കുടുംബജീവിതം ഒരുമിച്ച് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഉള്ള സംഭവത്തിൻ്റെ സിസ്റ്റമാറ്റിക് ഒക്കെ പോയി. ഇന്ന് ഡിവോഴ്സ് എന്നുള്ള കാര്യമൊക്കെ വളരെ നോർമൽ ആവേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഡിവോഴ്സ് എന്ന് കേട്ട് ഡിവോഴ്സ് ആയോ, എന്തിനാണ് ഡിവോഴ്സ് ആയോ എന്ന് അത്രയും വലിയ വിഷമിക്കുന്നത്. ഒരാൾക്ക് രണ്ടുപേരെ തമ്മിൽ ജീവിപ്പിച്ചത് ഘടകങ്ങൾ കുടുംബക്കാരായിരിക്കാം, പണമായിരിക്കാം, ബന്ധങ്ങളുടെ ജാതിയായിരിക്കാം, മതമായിരിക്കാം, കളറായിരിക്കാം. കളർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതെല്ലാം ആയിരിക്കാം. രണ്ടുപേരും പിരിഞ്ഞു. ഈ സംഭവങ്ങളുടെ ഫാക്ടർ ഒന്ന് ചോദിക്കേണ്ടായിരുന്നില്ല, അവർ പോയി, അത്രേ ഉള്ളൂ. രണ്ട് വ്യക്തികളാണ് അവർ, രണ്ട് വ്യക്തികളായിട്ട് തന്നെ ജീവിച്ചത്. രണ്ട് വ്യക്തികളെ തമ്മിൽ തുന്നിക്കെട്ടി വെച്ചിട്ടല്ല, സയാമീസുകളല്ലല്ലോ. അവർ രണ്ട് വ്യക്തികളാണ്. രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ വ്യക്തിത്വങ്ങൾക്ക് തമ്മിൽ വിരുദ്ധത ഉണ്ടാകുന്ന സമയത്ത് രണ്ടായിട്ട് മാറുന്നു. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് വലിയ രീതിയിൽ റോക്കറ്റ് സയൻസ് ഒന്നും ചിന്തിക്കേണ്ടായിരുന്നില്ല. അതങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്രൈം കുറയും, ഈ ആത്മഹത്യകൾ, സൂയിസൈഡ്. ഇന്ന് രാവിലെയും കേട്ടു ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ പോയി തൂങ്ങി മരിച്ച് നിൽക്കുന്നത്. എന്തിനാണിങ്ങനെ? അങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതിന് സമൂഹത്തിൻ്റെ അകത്തും ഈ കുടുംബത്തിനും എല്ലാത്തിനും പങ്ക് വരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ ഡിവോഴ്സ് എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അയ്യോ ഞെട്ടണ്ട, എന്തിനാണ് ഞെട്ടണം? പോയി രണ്ട് വഴിക്ക് പോയി. അത് വളരെ നോർമലായിട്ട് ചിന്തിക്കണം. ഞാൻ ഈ കാലഘട്ടത്തിലെ കുട്ടികളോട് ഞാൻ പറയാം, ജെൻസി ആയിക്കോട്ടെ, അല്ലാതെ നമ്മുടെ ഇപ്പം 2K കിഡ്സ് ആയിക്കോട്ടെ, നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളൊരു മാരേജ് കഴിക്കണമെങ്കിൽ ആദ്യം സ്വന്തം കാര്യം നിൽക്കാൻ ഒരു ജോലി ഉണ്ടാക്കണം. പെണ്ണെന്നുള്ളൊരു കാരണം കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി വീട്ടുകാർ വന്നാൽ പോലും കേൾക്കരുത്. അതിനൊരു 25-28 വയസ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കല്യാണം തോന്നുന്ന ആ പ്രായത്തിൽ കെട്ടുക, അത്രേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. അതിന് ശേഷം മതി. ഇനി അടുത്ത് ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ വന്നു, പാർട്ട്ണറിന് റെസ്പെക്റ്റ് കൊടുക്കുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റത്തില്ലേ, ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പിരിയാം, മാന്യമായിട്ട് രണ്ടുപേർക്കും വിട്ട്, അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയൊരു ടാസ്ക് ഒന്നും, മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു ബിഗ് ടാസ്ക് ആയിട്ടൊക്കെ നിൽക്കുന്ന ഈ കാലഘട്ടത്തായിരിക്കും. ഞങ്ങളുടെ ഈ ഇരുണ്ടടഞ്ഞ ഈ കാലഘട്ടത്തിൻ്റെ പഴമകളൊന്നും നിങ്ങൾ ഇനിയുള്ള പുതിയ തലമുറ ആ ഭാരം ചുമക്കരുത്. സീരിയസ്ലി മാറേണ്ടത് തന്നെയാണ്, മാറി തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ ഇനി ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ വിധവ എന്ന് പറഞ്ഞാൽ വിധവ, ഇതൊന്നുമല്ല. ഓരോരുത്തർക്കും ജീവിതമുണ്ട്, അവരവൻ്റെ ജീവിതം ജീവിക്കാനാണ് ഈ ഭൂമി നിൽക്കുന്നത്. അത് ജീവിച്ച് തീർത്തിട്ട് നിങ്ങൾ പോവുക, സന്തോഷത്തോടുകൂടി മടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതിനെന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ട് അമലാഴം തെറ്റിതിരുത്തി മുന്നോട്ട് പോട്ടെ. അതോടൊപ്പം തന്നെ കുഞ്ഞാറ്റയാണെങ്കിലും അവരുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോട്ടെ. ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ആ കുട്ടിയുടെ ലൈഫ് അതിനുണ്ടാകാൻ വേണ്ടി സാധ്യതയുള്ള, അതൊന്നും സംഭവിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് അതും വളരട്ടെ. എല്ലാവർക്കും നല്ലതോട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ അടുത്തൊരു വീഡിയോ ഉണ്ട്. റേസ് ബൈ.